ദൈവാനുഗ്രഹവും പ്രാർത്ഥനാ ചൈതന്യവും നിറഞ്ഞ ശാന്തനും സൗമ്യനും പ്രസന്നനുമായ പൂനാട്ട് മാത്യുവച്ചൻ ഇന്ന് 90ലേക്ക് പ്രവേശിക്കുന്നു. 1936 ജൂൺ 27 പൂനാട്ട് മത്തായി ഏലി ദമ്പതികളുടെ 8 മക്കളിൽ 5ാമനായി മാത്യുവച്ചൻ എന്ന പുണ്യപുഷ്പം കാര്യമറ്റമെന്ന സുന്ദരമായ കൊച്ചു ഗ്രാമത്തിൽ വിരിഞ്ഞു. ആയവന LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും വാഴക്കുളം ഇൻഫന്റ് ജീസസ് സ്കൂളിൽ 1955 ഹൈസ്കൂൾ പഠനവും പൂർത്തിയാക്കി. കോതമംഗലം രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ മാത്യു പോത്തനാമൊഴി പിതാവ് വാഴക്കുളം ഇടവക വികാരിയായിരുന്ന കാലഘട്ടത്തിലാണ് ആത്മീയ മാനവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി മുന്നേറിയ കൊച്ചു മാത്യുവിനെ പൗരോഹിത്യത്തിലേക്ക് നയിച്ചത്. പിതാവിന്റെ ജീവിതാനുഭവങ്ങളുടെ ഊഷ്മളത നിറഞ്ഞ ദൈവിക ചിന്തകൾ പ്രതിഫലിക്കുന്ന പ്രസംഗങ്ങളും ജീവിത വിശുദ്ധിയുമാണ് മാത്യുവച്ചനെ തന്റെ ജീവിതം ഈശോയ്ക്ക് സമ്പൂർണമായി സമർപ്പിക്കാൻ ഉൾപ്രേരകമായത്. 1955 എറണാകുളം SH മൈനർ സെമിനാരിയിൽ വൈദിക പഠനം ആരംഭിച്ചു. 1957 മുതൽ നീണ്ട 7 വർഷം ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചതിനുശേഷം 1963 ഡീക്കൻ പട്ടം സ്വീകരിച്ചു. 1964 മാർച്ച് 10 മാത്യുവച്ചൻ വൈദിക പട്ടം സ്വീകരിച്ചു. മാത്യുവച്ചൻ കരിമണ്ണൂർ സെന്റ് മേരീസ് ഇടവകയിൽ സഹവികാരിയായാണ് തന്റെ അജപാലന ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചത്. തിരക്കേറിയ അജപാലന ശുശ്രൂഷയ്ക്കിടയിലും 1977 പൊളിറ്റിക്കൽ സയൻസിൽ പ്രശസ്തമായ രീതിയിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് വാഴക്കാല, ചിലവ്, പന്നിമറ്റം, കോടിക്കുളം, തോക്കുപാറ, പൊട്ടൻകാട്, മാലിപ്പാറ, പാറത്തോട്, കല്ലാനിക്കൽ, വെള്ളയാങ്കുടി, മാറുക, കല്ലൂർക്കാട്, കലയന്താനി, ആനിക്കാട് തുടങ്ങിയ 20 ഇടവകകളിൽ വികാരിയായും അധ്യാപകനായും ആത്മീയ പിതാവായും 47 വർഷം സുദീർഘമായ സേവനമനുഷ്ഠിച്ചു. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നതാണല്ലോ ഒരു വൈദികന്റെ പ്രാഥമിക കർത്തവ്യം. അച്ഛൻ സേവനമനുഷ്ഠിച്ച ഇടവകകളിലെല്ലാം അജഗണങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കു വേണ്ടി അനന്യമായ രീതിയിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. കൃത്യമായ ഭവന സന്ദർശനം, വാർഡ് മീറ്റിംഗുകൾ, പ്രാർത്ഥനാ സമ്മേളനം, മിഷൻ ധ്യാനങ്ങൾ എന്നിവയിലൂടെ അച്ഛൻ ഇടവകയ്ക്ക് ആത്മീയ ഊർജം പകർന്നു. ക്രാന്തദർശിയായ മാത്യുവച്ചൻ കോതമംഗലം രൂപതയിൽ കുടുംബ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ കല്ലാനിക്കൽ ഇടവകയിൽ സേവനം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ കൂട്ടായ്മ എന്ന ആശയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബ കൂട്ടായ്മ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു. സെമിനാറുകൾ, മാർഗദർശന ക്യാമ്പുകൾ, വിനോദയാത്രകൾ എന്നിവയിലൂടെ ഇടവകയിലെ വിവിധ പ്രായത്തിലുള്ള അജഗണത്തെ ഒന്നിച്ചുകൂട്ടി അവരുടെ ആത്മീയവും ധാർമ്മികവുമായ മുന്നേറ്റത്തിന് അച്ഛൻ ഊന്നൽ നൽകി. മതബോധന രംഗം കാര്യക്ഷമമാക്കുന്നതിനും അൾത്താര ബാലസംഘത്തെ ശക്തിപ്പെടുത്തുന്നതിനും ഭക്തസംഘടനകളുടെ പ്രവർത്തനങ്ങളെ ഊർജ്ജസ്വലമാക്കുന്നതിനും അച്ഛൻ നിരന്തരം ജാഗ്രത പുലർത്തിയിരുന്നു. അജഗണങ്ങളുടെ ആത്മീയ മുന്നേറ്റത്തിനു മാത്രമല്ല, സമൂഹത്തിന്റെ ഭൗതിക വളർച്ചയ്ക്കു വേണ്ടിയും പ്രശംസനീയമായ ഇടപെടലുകൾ മാത്യുവച്ചൻ നടത്തിയിട്ടുണ്ട്. ചിലവ് ഇടവകയിൽ സേവനം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഭവനരഹിതർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി. 1976 മുതൽ അച്ഛൻ തോക്കുപാറ സേവനമനുഷ്ഠിക്കുമ്പോൾ കുടിവെള്ളത്തിന്റെ രൂക്ഷമായ ക്ഷാമം അനുഭവിച്ചിരുന്ന ഒരു ജനത അവിടെ ഉണ്ടായിരുന്നു. പള്ളിയോടനുബന്ധിച്ച് അച്ഛൻ കാരിത്താസിന്റെ സഹായത്തോടെ നടപ്പിലാക്കിയ കുടിവെള്ള വിതരണ പദ്ധതി അന്നും ഇന്നും തദ്ദേശവാസികൾക്ക് വലിയൊരു അനുഗ്രഹമായി പരിലസിക്കുന്നു. അച്ഛൻ സേവനം ചെയ്ത മറ്റിടവകകളിലെല്ലാം വിദ്യാഭ്യാസ സഹായത്തിനും ചികിത്സാ സഹായത്തിനും കൃഷി സഹായത്തിനുമായി ഉദാരമായ സംഭാവനകൾ നൽകിയിരുന്നു. കോതമംഗലം രൂപതയിലെ ഹൈറേഞ്ച് മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം ഒരു വിദൂര സ്വപ്നമായിരുന്ന കാലഘട്ടത്തിലാണ് പാറത്തോട്
കമ്പിളികണ്ടം തുടങ്ങിയ മേഖലകളിലെ കുട്ടികൾക്ക് ആശ്വാസമായി പാറത്തോട് സെന്റ് സേവിയേഴ്സ് കോളേജ് എന്ന സ്ഥാപനം രൂപത തുടങ്ങിയത്. അതിന്റെ പ്രഥമ പ്രിൻസിപ്പളായും അധ്യാപകനായും മാത്യു അച്ഛൻ 1989 മുതൽ 1985 വരെ സുദീർഘമായ സേവനം അനുഷ്ഠിച്ചു. 1989 മുതൽ 9 വർഷം അച്ഛന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു. കല്ലാനിക്കൽ ഇടവകയിലെ തന്റെ 4 വർഷത്തെ സേവനത്തിനു ശേഷം സുഗന്ധവ്യഞ്ജന വാണിജ്യ കേന്ദ്രമായ കട്ടപ്പനയോട് ചേർന്നുള്ള വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഇടവക വികാരിയായി 1989 മാർച്ച് 10 മാത്യു അച്ഛൻ ചാർജെടുത്തു. ആദ്യത്തെ 2 വർഷങ്ങൾ അച്ഛൻ ഇടവകയുടെ സ്പന്ദനം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. ഇടവകയുടെ ആത്മീയ വളർച്ചയ്ക്ക് ഇടവക ദേവാലയത്തിന്റെ ഭൗതിക സൗകര്യങ്ങൾ പരിമിതമായിരുന്നു. വിവിധ തലത്തിലുള്ള കൂടിയാലോചനകൾക്കു ശേഷം ഒരു പുതിയ ദേവാലയ നിർമ്മാണത്തിനു വേണ്ടിയുള്ള തീരുമാനമെടുത്തു. ചിറ്റപ്പന്റെ ഈ ഒരു നവതി ആഘോഷം ഞങ്ങൾ പൂനാട്ട് കുടുംബയോഗം ഒരു നവതി ആഘോഷമായിട്ട് ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾ നവതി ആഘോഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ചിറ്റപ്പന്റെ ഈ 90 വയസ്സിലുള്ള ഈ യാത്രയിൽ ചിറ്റപ്പന്റെ ഏറ്റവും മഹത്തായ ഒരു സംരംഭമായിരുന്നു വെള്ളയാങ്കുടി പള്ളിയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ ചിറ്റപ്പന് അന്നാരത്തെ ആ സാഹചര്യത്തെ കുറിച്ച് ചിറ്റപ്പന് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾക്കൊന്ന് വിഭജിച്ചു തരാം. സമസ്ത ജനവിഭാഗങ്ങൾക്കും ശ്രദ്ധാ കേന്ദ്രവും ആത്മീയ വിളക്കുമായി ഈ ദേവാലയം ഇന്ന് പരിഹസിക്കുന്നു. ദേവാലയത്തിന്റെ നിർമ്മാണത്തിന്റെ പ്രഥമഘട്ടത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. വലിയ സാമ്പത്തിക മൂലധനം ഒന്നുമില്ലാതെ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്താണ് ഈ പള്ളിയുടെ പണി നിർവഹിച്ചത്. ഇടവകയെ ഏതാണ്ട് 7 വാർഡുകളായി തിരിച്ച് ഓരോ ചൊവ്വാഴ്ചയും പള്ളിയുടെ കമ്മിറ്റിക്കാര് വീടുകൾ കയറിയിറങ്ങി പിരിവെടുത്താണ് ഓരോ ആഴ്ചയിലേക്കുള്ള പണിക്കും കൂലി കൊടുക്കാനും അതുപോലെ തന്നെ സിമെന്റ് തുടങ്ങിയ സാധന സാമഗ്രികൾ വാങ്ങാനും പണമുണ്ടാക്കിയത്. ഇന്ന് വെള്ളയാങ്കുടി നിവാസികളുടെ ആത്മീയ തേജസ്സായി പരിലസിക്കുന്ന പരിശുദ്ധമായ ഇടവക ദേവാലയം അച്ഛന്റെ ദീർഘവീക്ഷണത്തിന്റെയും നിസ്തന്ത്രമായ കഠിനാധ്വാനത്തിന്റെയും പരിണിത ഫലമാണ്. +2 വിദ്യാഭ്യാസം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കി 2001 മാത്യു അച്ഛൻ മാറുക ഇടവക വികാരിയായിരുന്നപ്പോൾ ഇടവകയോട് ചേർന്നുള്ള വഴിത്തലയിൽ ഹയർ സെക്കൻഡറി വിദ്യാലയ നിർമ്മാണം ആരംഭിച്ചു. 2002 ഫെബ്രുവരി 4 ബഹുമാനപ്പെട്ട മന്ത്രി PJ ജോസഫിന്റെ സാന്നിധ്യത്തിൽ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് സ്കൂളിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. കല്ലൂർക്കാട് ഇടവകയിൽ ഇടവക ജനത്തിന്റെ ദീർഘകാല സ്വപ്നമായിരുന്ന മനോഹരമായ ഓഡിറ്റോറിയം അച്ഛന്റെ ശ്രമഫലമായി നിർമ്മിച്ചതാണ്. 2011 മെയ് 21 അജപാലന ശുശ്രൂഷയ്ക്ക് വിരാമം കുറിച്ചുകൊണ്ട് ആനിക്കാട് ഇടവകയിൽ നിന്ന് വിരമിച്ച് മൂവാറ്റുപുഴ വാഴപ്പള്ളി ശാന്തി നിലയം വൈദിക മന്ദിരത്തിൽ തന്റെ വിശ്രമ ജീവിതം ആരംഭിച്ചു. ഊഷ്മളമായ മനുഷ്യബന്ധങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കിയ അച്ഛന്റെ നേതൃത്വത്തിൽ 2000 പൂനാട്ട് കുടുംബയോഗം എന്ന ആശയത്തിന് രൂപം കൊടുത്തു. തലമുറകൾക്ക് പൂനാട്ട് കുടുംബ ചരിത്രം വ്യക്തമാക്കുന്നതിനായി ചരിത്രത്തിന്റെ എല്ലാ ഏടുകളെയും കൂട്ടിച്ചേർത്ത് പൂനാട്ട് കുടുംബചരിത്രം എന്ന പുസ്തകം 2001 പ്രസിദ്ധീകരിച്ചു. കൃത്യനിഷ്ഠതയോടെ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കുടുംബയോഗ കമ്മിറ്റിക്ക് അച്ഛൻ രൂപം നൽകി. അന്നു മുതൽ എല്ലാ വർഷവും മെയ് മാസം 1-ാം തീയതി കുടുംബയോഗം സവിശേഷമാംവിധം നടത്തപ്പെടുന്നു. 89 വയസ്സ് പൂർത്തിയാക്കി ഇപ്പോൾ നവതിയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഈ 89 വർഷക്കാലത്തിനുള്ളിൽ ചിറ്റപ്പന്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചുള്ള വിലയിരുത്തലും വെളിപ്പെടുത്തലും ഒന്ന് പറയാമോ? ആരോഗ്യവും ആയുസ്സും ദൈവത്തിൻ്റെ ദാനമാണ്.
മനുഷ്യൻ്റെ ആയുസ് 70, ഏറിയാൽ 80 എന്നാണ് ചൊല്ല്. ബൈബിൾ അപ്രകാരമാണ് പറയുന്നത്. ഏതാണെങ്കിലും ഈ 47 വർഷം രൂപതയിലെ വിവിധ പള്ളികളിൽ സേവനം അനുഷ്ഠിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ വിവിധങ്ങളാണ്. സന്തോഷം മാത്രമാണ് ഇനി രേഖപ്പെടുത്താനുള്ളത്. ഓരോ പള്ളികളിലും അല്ലെങ്കിൽ ഓരോ പതിറ്റാണ്ടുകളിലും ഓരോ പള്ളികളിലായിരുന്നപ്പോഴും പരിപാലന ശുശ്രൂഷയിൽ ഒത്തിരിയേറെ സന്തോഷമാണ് അനുഭവപ്പെട്ടില്ല. എന്നാൽ ഒരിക്കലും ഒരു നിരാശബോധം എനിക്ക് ഉണ്ടായിട്ടില്ല. സന്തോഷമായിട്ടാണ് ഓരോ ഇടവയിലും സമയം ചെലവഴിച്ചത്. ഒരു പള്ളിയിലും വെറുതെ ഇരുന്നിട്ടില്ല. എല്ലാ പള്ളികളിലും എപ്പോഴും ആക്റ്റീവായിട്ട് സേവനം അനുഷ്ഠിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പരിപാലന ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ വിളിയാണ്. അതിനാണ് ദൈവം വിളിച്ചത്. ആ രീതിയിൽ ഈ 47 വർഷം ഓരോ പള്ളികളിലായിരുന്നപ്പോൾ എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും ആത്മീയ രംഗത്തും ചെയ്യാവുന്ന നന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ അലിവും ആർദ്രതയും കനിവും കാരുണ്യവും വിനയവും വിട്ടുവീഴ്ച മനോഭാവവും അച്ഛൻ്റെ മുഖമുദ്രയാണ്. He is very particular to achieve what he has set out to achieve. Never before in the history of our family has there been a person who has influenced profoundly all the members of our family. സ്നേഹബന്ധങ്ങൾ പരിപോഷിപ്പിച്ച് ആത്മീയ ചൈതന്യത്തോടെ, പ്രസന്നതയോടെ, ഉണർവോടെ മാത്യുവച്ചൻ തൻ്റെ ജീവിതം തുടരുകയാണ്.